ഇറാനിൽ വൻ വ്യോമാക്രമണത്തിന് പദ്ധതിയിട്ട അമേരിക്ക. ഇറാൻ ഇത്രമാത്രം വേദനിച്ചാൽ പോരെന്നും ഇനിയും വേദന അനുഭവിക്കണമെന്നും ട്രംപ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ വൻതോതിലുള്ള സൈനിക ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ തീരുമാനമെടുത്തേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇത്രമാത്രം വേദനിച്ചാൽ പോരെന്നും ഇനിയും വേദന അനുഭവിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. നിലവിലെ സാമ്പത്തിക ഉപരോധങ്ങളും തന്ത്രപ്രധാനമായ നീക്കങ്ങളും ഇറാനെ കടുത്ത പ്രതിസന്ധിയിലാക്കാൻ പര്യാപ്തമല്ല എന്ന വിലയിരുത്തലാണ് വൈറ്റ് ഹൗസ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാകും അമേരിക്കയുടെ അടുത്ത നീക്കമെന്ന് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തി. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും ആണവ നിലയങ്ങളും ലക്ഷ്യമിട്ടാകും അമേരിക്കൻ ആക്രമണം. ഈ മേഖലയിൽ പുതിയ നീക്കങ്ങൾ സംബന്ധിച്ച് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേശകരും പെൻറ്റഗൺ ഉദ്യോഗസ്ഥരും തമ്മിൽ നിർണായക ചർച്ച പൂർത്തിയാക്കിയതായാണ് വിവരം. പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത യുദ്ധഭീതി പടർന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് വരും ദിവസങ്ങളിൽ തന്നെ സൈനിക നീക്കത്തിനുള്ള നിർണായക ഉത്തരവിൽ ഒപ്പുവച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US സെൻട്രൽ കമാൻഡിന്റെ വ്യോമാക്രമണം. ഇറാനിയൻ മിലിറ്ററി കമാൻഡ് സെന്ററുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയാണ് 2 മണിക്കൂറിലധികം നീണ്ട വ്യോമാക്രമണത്തിൽ തകർത്തതെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ഇറാനും ഹൂതി സഖ്യങ്ങൾക്കുമെതിരെ വലിയ സൈനിക നടപടി ഉണ്ടായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത്. ഇറാൻ നിലവിൽ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചിരിക്കുകയാണ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരം ഭീഷണികൾ നടപ്പിലാക്കിയാൽ മേഖലയിലെ എണ്ണ, ഗ്യാസ്, വൈദ്യുതി, സാമ്പത്തിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിടുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.